ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മിനർവ PSCയുടെ തൊഴിൽ വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ലക്കം തൊഴിൽ വാർത്തയിലെ പ്രധാന അറിയിപ്പുകളും വിവരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ വീഡിയോയിൽ നൽകുന്ന വിവരങ്ങളുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നതാണ്. കമ്പനി ബോർഡ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ വിജ്ഞാപനം വരുന്നതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ വിജ്ഞാപനം തയ്യാറാക്കുകയാണ് PSC. നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി 2027 അവസാനിക്കുന്നതിനോടടുത്തായി തന്നെ അടുത്ത റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് PSC ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തുടങ്ങിയാൽ ചിട്ടയായ പഠനത്തോടെ സമഗ്രമായ പരിശീലനത്തിൽ സിലബസ് കവർ ചെയ്ത് പഠിക്കാനും റാങ്ക് പട്ടികയിൽ ഇടം നേടാനും സാധിക്കും. 37 തസ്തികകളിലായി 312 ഒഴിവുകളുള്ള ദേവസ്വം ബോർഡിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതിന്റെ അവസാന തീയതി നീട്ടി ഒക്ടോബർ 22 വരെ ആക്കിയിട്ടുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പാഴാക്കരുത്. UP സ്കൂൾ റാങ്ക് പട്ടിക ഈ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. 8525 പേരോളം ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നുമാണ്. മുൻവർഷ റാങ്ക് പട്ടികയിലേതിനേക്കാൾ 96 പേർ കുറവാണ് ഇത്തവണ. പക്ഷേ അവസരം ഇനിയുമുള്ള ഉദ്യോഗാർത്ഥികൾ ആരും വിഷമിക്കേണ്ട. APJ പറഞ്ഞ ഒരു വാചകമുണ്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാചകമുണ്ട്: വീണു പോകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഇത്തവണ കിട്ടാത്തതിൽ വിഷമിക്കേണ്ട. 2027 വരുന്ന LP UP പരീക്ഷയിൽ നിങ്ങൾക്കൊരു റാങ്ക്, അത് ഞങ്ങൾ മിനർവ നിങ്ങൾക്ക് ഉറപ്പു തരാം. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ട. ഉടനെ തന്നെ ഞങ്ങളുടെ പുതിയ LP UP ബാച്ചിൽ ജോയിൻ ചെയ്യൂ. പതിയെ തുടങ്ങി പെട്ടെന്ന് തീർത്ത് റിവിഷൻ ചെയ്ത് നമുക്ക് ഒന്നാമതെത്താം. സഹകരണ സംഘം ബാങ്കുകളിൽ 107 ഒഴിവുകൾ. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികയിൽ 88 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ടതിന്റെ അവസാന തീയതി നവംബർ 10 വരെയാണ്. അറിയിപ്പുകൾ അറിഞ്ഞ് വെറുതെ ഇരിക്കാതെ പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുത്ത് പഠനം തുടങ്ങൂ. അടുത്ത ആഴ്ചയിലെ പുതിയ വിശേഷങ്ങളുമായി കാണാം. താങ്ക്